ഗുഡ് ഈവനിങ് ഡേസ്, ഗുഡ് ഈവനിങ് ഇൻവെസ്റ്റേഴ്സ്. ദിസ് ഈസ് സിയാദ് ഇലിക്കൽ. എല്ലാ ദിവസവും വൈകിട്ട് 7 മണിക്കുള്ള മാർക്കറ്റ് ന്യൂസിലേക്ക് കടക്കാം. നിഫ്റ്റി ഇന്ന് അങ്ങനെ 16 പോയിന്റ് കൺസോൾട്ടേഷൻ ആയിരുന്നു. പിന്നീട് പോസിറ്റീവായിട്ട് ക്ലോസ് ചെയ്തു. 25,200 മുകളിൽ വീണ്ടും ശക്തമായ നിലയിൽ നിലയുറപ്പിച്ചു. ഇന്നലെ വന്ന ഹോൾസെയിൽ CPI ഇൻഫ്ലേഷൻ ഡേറ്റയാണ് പ്രധാന ഈ ഒരു സസ്റ്റെയിൻ ചെയ്ത് നിൽക്കാനായിട്ട് കാരണം. മഹീന്ദ്ര എല്ലാം തന്നെ GST കൗൺസിൽ, ട്രാക്ടറിൻ്റെ എല്ലാം തന്നെ ഫാം എക്യുപ്മെൻ്റ് എല്ലാം തന്നെ GST കുറച്ചേക്കാമെന്നുള്ള ന്യൂസാണ് മഹീന്ദ്രക്ക് ഗുണകരമായത്. കൂടാതെ IT സ്റ്റോക്കിലും ഒരു ബൈയിങ് ഇൻട്രസ്റ്റ് കണ്ടു. വിപ്രോവും ടെക്കം എല്ലാം തന്നെ കഴിഞ്ഞ 2 ദിവസങ്ങളായിട്ട് ഇടിവിലായിരുന്നു. റിസൾട്ട് വരികയാണ്. അതിൻ്റെ മുന്നോടിയായിട്ട് ഒരു പോസിറ്റീവായിട്ട് റിയാക്ട് ചെയ്തു. കൂടാതെ തന്നെ പേടിഎമ്മും പോസിറ്റീവിൽ റിയാക്ട് ചെയ്തു. അവസാനം പേടിഎം 1000 രൂപ ഫസ്റ്റ് ടൈമായിട്ട് 1000 രൂപയിലേക്ക് എത്തി നിൽക്കുകയാണ്. 2024 ഡിസംബർ ആ ഒരു 1000 രൂപയിൽ നിന്ന് ഫോളായ സ്റ്റോക്ക് വീണ്ടും തിരികെ എത്തി. L&T ടെക് റിസൾട്ട് വന്നു. നെറ്റ് പ്രോഫിറ്റ് 1% ഉയർന്നു. ഫ്ലാറ്റാണ്. 316 കോടി രൂപ. റവന്യൂ 16% ഉയർന്നു. കൂടാതെ അശോക് ലൈലാൻഡിൻ്റെ എക്സ് ബോണസ് ഡേറ്റ് ഇന്നായിരുന്നു. സ്റ്റോക്ക് സ്ലൈറ്റ്ലി നെഗറ്റീവായിട്ട് റിയാക്ട് ചെയ്തു. ഗ്ലോബലി നോക്കുകയാണെങ്കിൽ US മാർക്കറ്റ് ഇന്നലെ അവിടെ നിന്ന് ഇൻഫ്ലേഷൻ ഡേറ്റ 2.2% ഒരു സ്പൈക്ക് ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഇന്നലെ ഡോ 400 പോയിന്റിൻ്റെ ഫോൾ രേഖപ്പെടുത്തി. നിഫ്റ്റിയിൽ ഇന്ന് M&M, ടെക്കം, നെസ്ലെ, SBI, വിപ്രോ തുടങ്ങിയ കമ്പനീസ് പോസിറ്റീവ്ലി റിയാക്ട് ചെയ്തു. അപ്പോൾ വിപ്രോയും ടെക്കമും 2 IT കമ്പനീസ് ഇന്ന് നിഫ്റ്റിയിൽ ടോപ്പ് ഗെയിനേഴ്സിൽ ഇടം പിടിച്ചു. ഇനി ശ്രീരാം ഫിനാൻസും എറ്റേണലും സൺഫാർമയും സിപ്ലയും ടാറ്റ സ്റ്റീലും പ്രോഫിറ്റ് ബുക്കിംഗ് കണ്ടു. അപ്പോൾ എറ്റേണൽ ഇത് മിനിഞ്ഞാന്നൊരു 7% റാലി ഉണ്ടായിരുന്നു. ഇന്നലെയും ഇന്നുമായിട്ട് എറ്റേണൽ ഫോളാണ്. ഗ്ലോബൽ മാർക്കറ്റ് നോക്കുമ്പോൾ ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന 3 യൂറോപ്യൻ മാർക്കറ്റ് താഴെ കാണാം. 3ഉം പോസിറ്റീവാണ്. ഇന്ത്യ വിക്സ് ഇന്ന് 2% ഫോളോ ചെയ്ത് ഇന്ത്യ വിക്സ് 11.23 നിലയിലാണുള്ളത്. ഡോ ഫ്യൂച്ചർ റിക്കവറി രേഖപ്പെടുത്തി +100. ഏഷ്യൻ മാർക്കറ്റ് എല്ലാം തന്നെ നെഗറ്റീവിൽ ക്ലോസ് ചെയ്ത് കാണാൻ സാധിക്കും. നിക്കി, കൊറിയ, ചൈന, ഓസ്ട്രേലിയ എല്ലാം തന്നെ. ഗോൾഡ് ഇന്ന് $11 ഉയർന്ന് $3,336 എന്ന നിലയിലാണുള്ളത്. ബിറ്റ്കോയിൻ തിരികെ പ്രോഫിറ്റ് ബുക്കിങ്ങിന് ശേഷം വീണ്ടും ഇന്നൊരു 1700 പോയിന്റിൻ്റെ ഒരു റാലിയിലേക്ക് വരികയാണ്. അപ്പോൾ നാളെ നമുക്ക് നിഫ്റ്റിയുടെ എക്സ്പയറി ആണുള്ളത്. വിക്സ് നേരത്തെ കണ്ടിരുന്നു 11.23 നിലയിലാണ് ഉള്ളത്. അപ്പോൾ ഏറെ നാളും വിക്സ് ഏകദേശം 18-19 റേഞ്ചിലൊക്കെ നിലയുറപ്പിച്ചതിന് ശേഷമാണ് വിക്സ് കൂൾ ഡൗൺ ആയത്. വിക്സ് കൂൾ ഡൗൺ ആകുമ്പോൾ നമുക്ക് മാർക്കറ്റ് കൺസോൾട്ടേഷനാണ്. മാർക്കറ്റ് വലിയ മൂവ്മെൻറ്റ് നടത്തുന്നില്ല. അതുകൊണ്ടാണ് വിക്സ് കൂൾ ഡൗൺ എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ ഒരു അവസരത്തിൽ ആളുകളെല്ലാം തന്നെ ഷോർട്ട് ചെയ്യുമ്പോൾ ഏത് സൈഡാണെങ്കിലും മാർക്കറ്റ് ഒരു ബ്രേക്കൗട്ട് ഉണ്ടാകുമ്പോൾ ഈ മേ ബി വിക്സും കൂടി സ്പൈക്ക് ആകുമ്പോൾ ഓപ്ഷൻ റൈറ്റേഴ്സിന് വലിയ തോതിൽ പ്രശ്നം ഉണ്ടാവാറുണ്ട്. അപ്പോൾ വിക്സ് കൂൾ ഡൗൺ ആകുക എന്ന് പറയുമ്പോൾ ഓപ്ഷൻ റൈറ്റേഴ്സ് കുറച്ചും കൂടിയും ഒരു കോഷ്യസ് ആവേണ്ട ഒരു സമയമാണ് ഉള്ളത്. ഇനി സ്റ്റോക്കുകളുടെ കുറച്ച് വാർത്തകളിലേക്ക് പോകാം. ഇത് ബൈസൽ റെക്കമെൻഡേഷൻ ഒന്നുമല്ല. ഈ വരുന്ന സാറ്റർഡേ നമുക്ക് കൊച്ചി ഓഫീസിൽ ഇരുന്ന് പഠിക്കുന്ന ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻ്റെ ഓഫ്ലൈൻ ക്ലാസ് ഉണ്ട്. ഒരു സ്റ്റോപ്പ് ലോസിൻ്റെ ചിലവിൽ നിങ്ങൾക്ക് FNO 6 മാസം സപ്പോർട്ടോട് കൂടിയിട്ട് പഠിക്കാം. ഫസ്റ്റ് കമ്പനിയിൽ നമ്പർ ഉണ്ട്, കോൺടാക്ട് ചെയ്യാം. ഹിന്ദുസ്ഥാൻ സിങ്ക് കമ്പനി ഇവർ 1841 കോടി രൂപയുടെ ഒരു പൊട്ടാഷ്യം പ്രൊജക്റ്റ് രാജസ്ഥാനിൽ ഓപ്ഷനിലൂടെ ഇവർ സ്വന്തമാക്കി എന്നുള്ള ന്യൂസ്. ഗോദ്രേജ് പ്രോപ്പർട്ടീസ് കമ്പനി 50 ഏക്കർ റെസിഡൻഷ്യൽ ലാൻഡ് ഇവർ അക്വയർ ചെയ്തിട്ടുണ്ട് റായ്പൂരിൽ. അതുപോലെ NTPC 20,000 കോടി രൂപ റിന്യൂവബിൾ എനർജി ഇൻവെസ്റ്റ്മെൻറ്റിന് ക്യാബിനറ്റ് അപ്രൂവൽ കൊടുത്തു. ഷംപ്രോജി പലോഞ്ചി കമ്പനി പൂനെയിൽ 800 കോടി രൂപ വർത്ത് റവന്യൂ പൊട്ടൻഷ്യലുള്ളൊരു പുതിയ പ്രൊജക്റ്റ് ഇവർ ലോഞ്ച് ചെയ്തു. മാരുതി സുസുക്കി എർട്ടിക്കയ്ക്ക് വേണ്ടിയിട്ട് ഇവർ 6 എയർ ബാഗോട് കൂടിയിട്ടുള്ള പുതിയ എർട്ടിക ഇവർ ലോഞ്ച് ചെയ്യും. രാംകോ സിമെൻറ്റ് ഒഡീഷയിൽ ഇവരുടെ 5ാമത്തെ കെമിക്കൽ പ്ലാന്റ് കമ്പനി കമ്മീഷൻ ചെയ്തു. ഗ്രീൻലം ഇൻഡസ്ട്രീസ് കമ്പനി 11.49 ബില്യൺ റുപ്പീസിൻ്റെ ആന്ധ്രാപ്രദേശിൽ പുതിയൊരു പ്ലാന്റ് ഇവർ സെറ്റപ്പ് ചെയ്യുകയാണ്. ടെക്കം നെറ്റ് പ്രോഫിറ്റ് 34% ഇയർ ഉയർന്ന് 1241 കോടി രൂപ കരസ്ഥമാക്കി. ഇൻഫി ജർമ്മനിയിൽ അവരുടെ ഒരു പുതിയ IT ലാബ് അവർ ഓപ്പൺ ചെയ്തു. മണാലി പെട്രോ ഇവരുടെ പ്രൊഡക്ഷൻ കപ്പാസിറ്റി കമ്പനി ഉയർത്തുകയാണെന്നുള്ള ന്യൂസ്. MCXന് സെബി ക്ലിയറിംഗ് കോർപ്പറേഷനായിട്ട് വർക്ക് ചെയ്യാനായിട്ടുള്ളൊരു എക്സ്റ്റൻഷൻ ലഭിച്ചു എന്നുള്ള ന്യൂസ്. ഇന്ത്യൻ ഹോട്ടൽ ELEL ഹോട്ടലിലെ സ്റ്റേക്ക് അവർ അക്യൂർ ചെയ്തു. 125 CR അക്വിസിഷൻ. റിയാലിറ്റി കമ്പനിയായിട്ടുള്ള DLF മുംബൈയിൽ പുതിയ പ്രൊജക്റ്റ് അവർ ലോഞ്ച് ചെയ്തു. NLC ഇന്ത്യ NTPC 7,000 കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ഗവൺമെൻറ് നടത്തുമെന്ന് അറിയിച്ചു.
ഡിഫ്യൂഷൻ എഞ്ചിനീയേഴ്സ് കമ്പനി UAയിൽ ഇവരുടെ ഒരു പുതിയ പ്ലാന്റ് ഓപ്പൺ ചെയ്തു. SMS ലൈഫ് സയൻസ് കമ്പനി തെലങ്കാനയിലെ ഇവരുടെ പ്ലാന്റിന് US ഡ്രഗ് കൺട്രോൾ അതോറിറ്റിയുടെ അപ്രൂവൽ ലഭിച്ചു. പ്രീമിയർ എക്സ്പ്ലോസീവ് കമ്പനിക്ക് 105 കോടി രൂപയുടെ ഓർഡർ ലഭിച്ചതായിട്ടാണ് ഇപ്പോൾ ഉള്ള ന്യൂസുകൾ. നമ്മളുടെ പോലെ തന്നെ US അവിടെ Q1 റിസൾട്ടാണ് ഉള്ളത്. നമ്മളെ പോലെ തന്നെ ഇന്നലെ അവിടെ ഇൻഫ്ലേഷൻ ഡേറ്റ വന്നിരുന്നു. അതുപോലെ തന്നെ ഒട്ടുമിക്ക രാജ്യങ്ങളിലും മേജർ ഈവൻറ്റുകളൊക്കെ വരുന്നുണ്ട്. അത് നമ്മളുടെ ട്രേഡബിലിറ്റി ടാബിൽ ഗ്ലോബൽ ഈവൻറ്റിൽ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. അതുപോലെ റിസൾട്ട് കലണ്ടറും IPO ഡീറ്റെയിൽസും ഡിവിഡൻറ്റും ട്രേഡബിലിറ്റി ടാബിൽ ചെക്ക് ചെയ്യാം. അതെല്ലാം നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ ഉണ്ട്. അപ്പോൾ നല്ലൊരു മാർക്കറ്റ് ദിവസം കിട്ടിയെന്ന് എക്സ്പെക്ട് ചെയ്യുന്നു. നാളെ രാവിലെ 7:00 പ്രീ മാർക്കറ്റ് സെക്ഷനായിട്ട് എത്താം. എല്ലാവർക്കും ശുഭരാത്രി. താങ്ക് യു.